ഹായ്, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് യിൽ എങ്ങനെയാണ് ഒരു അഡ്മിഷൻ എടുക്കുന്നത് എന്ന് ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ മകൻ ടിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതായത് ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇന്ത്യയിൽ ബിടെക് പഠിക്കുന്ന ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ടി എന്ന് കേൾക്കുമ്പോൾ പിന്നെ അവിടെ ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനും വിചാരിച്ചു, മകൻ എന്തായാലും ടിയിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാം, അതായത് ബിടെക് പഠിക്കണമെന്നായിരുന്നു മകനും ആഗ്രഹം. അങ്ങനെ ടിയിൽ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത് ഞാനും ഒത്തിരി അന്വേഷിച്ചു. അപ്പോഴാണ് അവിടെ എൻട്രൻസ് എഴുതണം എന്ന് പറഞ്ഞത്. അപ്പോൾ എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങളും അത് അപ്ലൈ ചെയ്തായിരുന്നു. അതായത് നവംബർ ടു മാർച്ച് 31 വരെയാണ് എൻട്രൻസ് അപ്ലൈ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്. ഈ എൻട്രൻസ് അപ്ലൈ ചെയ്യുന്നതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്, VITEEE.VIT.AC.in എന്ന വെബ്സൈറ്റിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് 1350 രൂപയാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പം മാർച്ച് 31 മുമ്പേ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതായത് ഓൺലൈൻ മോഡാണ് എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇത്തിരി എൻട്രൻസിനെല്ലാം അപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അതിനോടൊപ്പം തന്നെയാണ് ടിയുടെ എൻട്രൻസും അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് 31 എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഏപ്രിൽ 28 ടു മെയ് 3 വരെയാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ മോഡാണ്. പിന്നെ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് സെൻറ്ററുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും ഇതിൻ്റെ സെൻറ്ററുണ്ട്. സെൻറ്റർ ഏതാണ് എന്നുള്ളത് നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എവിടെയാണ് നമ്മുടെ എക്സാം സെൻറ്റർ എന്നുള്ളത്. ഇൻ്റർനാഷണൽ സെൻറ്ററുകളും ഉണ്ട്, ദുബായ്, ഷാർജ, അവിടെയെല്ലാം ഇൻ്റർനാഷണൽ സെൻറ്ററുകളും എക്സാമിനായിട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സാം എഴുതാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയ് 3 കൂടി എക്സാം കഴിയുന്നു. മെയ് 3 വീക്കിൽ തന്നെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് ലേറ്റായിട്ടാണ് എക്സാം റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റാങ്ക് അറിയാൻ പറ്റും. റാങ്ക് അനുസരിച്ചാണ് പിന്നെ നമ്മുടെ അഡ്മിഷൻ എല്ലാം വരുന്നത്. നമുക്ക് കിട്ടിയ റാങ്ക് അനുസരിച്ചാണ് നമുക്ക് ഏത് കോഴ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. എക്സാമിന് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, അങ്ങനെയാണ് എക്സാമിന് വരുന്നത്. അപ്പോൾ എന്തായാലും +2 നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തായിരുന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. ടിയിലെ എൻട്രൻസും സുഖമായിട്ട് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് ടെൻഷൻ വരും, എന്തായോ എനിക്ക് ടി എൻട്രൻസ് കിട്ടുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എൻട്രൻസ് എഴുതുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. നമ്മളൊന്ന് +2 ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടിയുടെ എൻട്രൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അതിൻ്റേതായ ഒരു നിലവാരം ആ കുട്ടിക്ക് ഉണ്ടാവുന്നതാണ്. ഇപ്പം നമ്മുടെ അവിടുത്തെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പ്ലേസ്മെൻ്റ് ആണെങ്കിലും ടിന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, 100% പ്ലേസ്മെൻ്റ് ഉള്ള ഒരു കോളേജ് തന്നെയാണ് ടി എന്ന് പറയുന്നത്. ടിയിൽ ഏതാണ്ട് 800-900 കമ്പനീസാണ് ടി 4 ക്യാമ്പസിലും കൂടി വരുന്നത്. ടിക്ക് 4 ക്യാമ്പസാണ് ഉള്ളത്. ടി ചെന്നൈ, ടി വെല്ലൂർ, ടി വെല്ലൂരാണ് മെയിൻ ക്യാമ്പസ് വരുന്നത്. ടി വെല്ലൂർ, ടി ചെന്നൈ, അമരാവതി, പിന്നെ ഭോപ്പാൽ ക്യാമ്പസ്. അതായത് എടുത്തു പറയത്തക്ക ടി എന്ന് കേൾക്കുമ്പോൾ ടി വെല്ലൂർ ക്യാമ്പസ് തന്നെയാണ്. അവിടെയും ഒരുപാട് കോഴ്സുകളുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിലെല്ലാം നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാവുന്നതാണ് ഏതൊക്കെ ക്യാമ്പസിലാണ് ഏതൊക്കെ കോഴ്സ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റും അനുസരിച്ച് നമുക്ക് ക്യാമ്പസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യാമ്പസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് അവിടുത്തെ അഡ്മിഷൻ്റെ ബാക്കി പ്രോസസ്സ് എല്ലാം ചെയ്യേണ്ടതാണ്. എല്ലാം അവർ മെയിൽ ത്രൂ ആണ് നമുക്ക്
നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ക്യാമ്പസ് വേണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് മെയിൽ കൊടുക്കുക. അപ്പോൾ അവർ പിന്നെ എല്ലാം നമുക്ക് അയച്ചു തരുന്നത് മെയിൽ വഴിയാണ്. വിളിച്ചു കഴിഞ്ഞാലും അവർ പറയുന്നത് മെയിൽ ത്രൂ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മെയിലിനും അവർ ഏതാണ്ട് ഒരു 2 ഡേയ്സിനകത്ത് തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ റിപ്ലൈ വരുന്ന അനുസരിച്ച് നമ്മൾ പിന്നെ കോഴ്സുകൾ, പിന്നെ അതിൻ്റെ ഫീസിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, അതായത് സർട്ടിഫിക്കറ്റ്, TC അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓരോന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അവർ ഓരോന്നായിട്ട് ഇങ്ങനെ മെയിലിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മുടെ അഡ്മിഷൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഫീസ് അടയ്ക്കണം. ഫീസ് നമ്മൾ എടുക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിനനുസരിച്ചുള്ള കാറ്റഗറി അനുസരിച്ചാണ് ഫീസ് വരുന്നത്. ഒരു 5 കാറ്റഗറി ആയിട്ടാണ് അവിടെ ഫീസ് വരുന്നത്. ഫസ്റ്റ് കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 lakhsനകത്തായിരിക്കും ഫീസ് വരുന്നത്. ഓരോ വർഷവും ഫീസിൻ്റെ എമൗണ്ടിൽ മാറ്റം വരുന്നതാണ്. ഇപ്പോൾ CS ആണെങ്കിലും നല്ല പ്ലേസ്മെൻ്റ് ഉള്ള ഒരു കോളേജ് തന്നെയാണ് VIT. ഏതാണ്ട് ലാസ്റ്റ് ഇയറിലെല്ലാം ഏതാണ്ട് 1 കോടി രൂപയോളം അടുത്ത് അവിടെ പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. അവിടെ പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും എന്തായാലും പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് VITയുടെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, പ്ലേസ്മെൻറ്റ് തന്നെയാണ്. ആ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ്മെൻറ്റ് എന്നുള്ളത് മാത്രം തന്നെയാണ് കുട്ടികളും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഇങ്ങനെ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഫീസ് അടയ്ക്കുന്നു. ഫീസ് അടച്ചതിന് ശേഷം അവരൊരു ഡേറ്റ് തരുന്നു. ഇന്ന ദിവസം ആയിരിക്കും നമുക്ക് ക്ലാസ് തുടങ്ങുന്നത്. അതിൻ്റെ ചില കോഴ്സുകൾക്ക് കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. കൗൺസിലിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ റിസൾട്ടെല്ലാം അവർ മെയിലിൽ നമ്മളെ അറിയിക്കുന്നതാണ്. എല്ലാ കോഴ്സിനും കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ചില കോഴ്സുകൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫീസും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാവുന്നതാണ്. അടച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അക്കോമഡേഷൻ, ഇപ്പോൾ കുട്ടികൾ അവരുടെ അക്കോമഡേഷനിലാണ് നിന്ന് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അക്കോമഡേഷനിൽ ഫുഡും അക്കോമഡേഷനുമാണ് അവർ കൊടുക്കുന്നത്. അക്കോമഡേഷൻ വരുന്നത് 6 ബെഡുള്ള റൂമുണ്ട്, 4 ബെഡുള്ള റൂമുണ്ട്, 2 ബെഡുള്ള റൂമുമുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് അവർ അത് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ മോന് ഫസ്റ്റ് 6 ബെഡുള്ള റൂമാണ് കിട്ടിയത്. ഞാൻ 4 ബെഡ് ചോദിച്ചു, പക്ഷേ അപ്പോഴും കിട്ടിയിരുന്നില്ല. അപ്പം ഫസ്റ്റ് നമുക്കത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അവൈലബിലിറ്റി കണക്ക് അവർ നമുക്ക് തരുന്നതാണ്. നേരത്തെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം മാത്രം നമ്മൾ ഇട്ടാൽ മതി. ഫുഡ് ആണെങ്കിലും നല്ല ഫുഡ് തന്നെയാണ്. ആ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അവിടെ ലഭിക്കുന്നതാണ്. അതായത് കുട്ടികൾക്ക് ജിമ്മാണെങ്കിലും നല്ല അക്കോമഡേഷൻ ആണെങ്കിലും നല്ല ഫുഡാണെങ്കിലും ഒക്കെ ഉണ്ട്. ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ആണെങ്കിലും ഞാനിപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യവും. വെജിറ്റേറിയൻ ഫുഡുമുണ്ട്, നോൺ വെജിറ്റേറിയൻ ഫുഡുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം AC റൂമുണ്ട്, നോൺ AC റൂമുണ്ട്. ഇത് ഓരോന്നിനും ഓരോ പ്രൈസാണ് വരുന്നത്. അക്കോമഡേഷന് നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് നമ്മൾ എന്തായാലും സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ബഡ്ജറ്റിലും മാറ്റം വരുന്നതാണ്. പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ വെജുണ്ട്, നോൺ വെജുണ്ട്, പിന്നെ സ്പെഷ്യൽ മെസ്സുണ്ട്, പിന്നെ ഫുഡ് പാർക്കുണ്ട്. അങ്ങനെ ഒരു 4 ടൈപ്പ് ഫുഡിൻ്റെ കാറ്റഗറിയും ഉണ്ട്. അതിൽ ഓരോ കുട്ടികൾക്കും ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം വെജും നോണും ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ മെസ്സിലൊക്കെയാണ് എക്സ്ട്രാ ചോക്കോസ്, ജ്യൂസ്, ബോയിൽഡ് എഗ്ഗ് അങ്ങനെയുള്ളതെല്ലാം, ഫ്രഷ് ജ്യൂസ്, ബോയിൽഡ് എഗ്ഗ് അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. ഫുഡ് പാർക്ക് എന്ന് പറയുന്നതിൽ തന്നെ ഫോറിൻ കോളേജിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു കാർഡാണ്. ഈ കാർഡ് നമ്മൾ ഉപയോഗിച്ച് ഓരോ പ്രാവശ്യവും ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിലൊരു എമൗണ്ട് നമ്മൾ ആ പറയുന്നൊരു എമൗണ്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഫെസിലിറ്റീസിന് ഒരു കുറവുമില്ല. നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ നമ്മളൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല. അപ്പോൾ ആ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ അതുപോലെ സെക്യൂരിറ്റിയും. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കുട്ടികൾക്ക് ഒരാവശ്യമായിട്ട് വീട്ടിൽ വരണം, അല്ലെങ്കിൽ ഒരു ലീവായിട്ട് വീട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന് അപ്രൂവൽ ആവശ്യമാണ്. അപ്രൂവൽ അതാത് സെക്ഷനിലുള്ള
അതിനൊരു ടീം തന്നെ അവർക്കുണ്ട്. അപ്പോൾ അവിടെ ആരാണോ ആ ഒരു സെക്ഷനിലുള്ളത് അവർക്ക് മെയിൽ അയക്കണം. മെയിൽ അയച്ചതിന് ശേഷം അവർ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ പേരൻസ് മെയിൽ അയക്കണം. അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഫസ്റ്റ് കുട്ടികൾക്ക് ചെല്ലുമ്പോൾ ആ ക്യാമ്പസ് ചെല്ലുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോകുന്നതല്ലേ. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ കുട്ടികളുമായിട്ടൊക്കെ ഒരു അറ്റ്മോസ്ഫിയറിലായി കഴിഞ്ഞ് നമ്മൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ടതില്ല. നമ്മുടെ കുട്ടികൾ സേഫായിട്ട് എൻജോയ് ചെയ്ത് തന്നെ അവിടെ പഠിക്കാൻ പറ്റും. മകനാണെങ്കിലും ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊതുവേ എൻട്രൻസൊക്കെ എഴുതുമ്പോൾ പൊതുവേ എല്ലാവരും പറയുന്നത് CBSE പഠിച്ചെങ്കിലേ എൻട്രൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. CBSE പഠിച്ചുകൊണ്ടല്ല, ഇപ്പോൾ സ്റ്റേറ്റ് പഠിച്ചാലും ഏത് സ്റ്റേറ്റിൽ പഠിക്കണമെങ്കിലും കുട്ടികളൊന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അഡ്മിഷൻ അവിടെ കിട്ടുന്നതാണ്. ആ എൻട്രൻസ് നമുക്ക് ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾ ഒന്ന് മനസ്സ് വച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ കിട്ടുന്നതാണ്. ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. പിന്നെ അറിയാലോ, VIT ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ VITയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അപ്പം നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് അവരുടെ സർട്ടിഫിക്കറ്റിനാണെങ്കിലും അവരുടെ ആ പ്ലേസ്മെൻ്റ് ആണെങ്കിലും അവർ ഹാപ്പി ആയിട്ട് അവർ ഒരു നല്ല ഒരു കുട്ടിയായിട്ട്, അതായത് നല്ലൊരു എന്താ പറയുക, ഒരു മിടുക്കനായിട്ട് നമുക്ക് പഠിച്ചിറങ്ങാനായിട്ട് പറ്റും VIT എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് VIT ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിവിധ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് VITയിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇതൊക്കെയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.